നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എച്ച് ഡി എല്ലും എൽ ഡി എല്ലിനെ കുറിച്ചാണ്. ഓക്കെ, പക്ഷെ എച്ച് ഡി എല്ലും എൽ ഡി എല്ലും എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ. എച്ച് ഡി എല്ലും നല്ല കൊളസ്ട്രോൾ ആണ്, എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ ആണ്. പക്ഷെ അത്രയ്ക്കും ചീത്തയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ നോർമൽ ലെവൽസ് എന്ന് പറഞ്ഞാൽ എച്ച് ഡി എൽ 40 കുറവ് ശരിയല്ല, അതുപോലെ എൽ ഡി എൽ ഒരു 150 കൂടുതൽ ഒട്ടും ശരിയല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രാധാന്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് എൽ ഡി എല്ലിനെ ഒരു ചീത്ത കൊളസ്ട്രോൾ എന്നുള്ള രീതിക്ക് നമ്മൾ പറയുന്നതാണ്. ഈ എൽ ഡി എൽ അത്ര ചീത്ത കൊളസ്ട്രോൾ ഒന്നുമല്ല, കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഘടകമാണ്, ഓക്കെ, ഒരു കമ്പോണന്റ് ആണ്. അപ്പം അതിനകത്ത് നോർമൽ ഫങ്ഷനിങ് നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് വേണം? കൊളസ്ട്രോൾ വേണം. അത് ഈ ഘടകങ്ങളെല്ലാം വേണം. എച്ച് ഡി എൽ വേണം, എൽ ഡി എൽ വേണം, ഐ ഡി എൽ, വി എൽ ഡി എൽ, തൈറോമെട്രോൺ, എല്ലാ സാധനങ്ങളും വേണം. അപ്പം ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ സിഗ്നിഫിക്കൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ എങ്ങനെയാണ് ഇത് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ലെവൽസ് റെഗുലേറ്റ് ചെയ്യുന്നത്, എന്തുമാത്രം റേഷ്യോ നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന അനുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ എൽ ഡി എൽ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് എല്ലാ സെൽസിലോട്ടും, ഓക്കെ, ശരീരത്തിനകത്ത് എല്ലാ സെൽസിലോട്ടും പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ കൊളസ്ട്രോളിനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കൊളസ്ട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, സെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിനകത്ത് ബില്യൻസ് ഓഫ് സെല്ലുകളുണ്ട് അല്ലെ. അപ്പൊ ഈ സെല്ലിനകത്ത് സെൽ മെംബ്രെയിൻസ് ഉണ്ടാക്കാനായിട്ട്, അതിനകത്ത് സൈറ്റോപ്ലാസത്തിന്റെ ഫംഗ്ഷനിങ് പ്രോപ്പറായിട്ട് നടക്കാനായിട്ട്, ന്യൂക്ലിയസ് നേരെ പ്രവർത്തിക്കാനായിട്ട് ഒക്കെ ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റിന്റെ വളരെയധികം പ്രയോജനമുണ്ട്, ആവശ്യമാണ്. ഓക്കെ, അതിന്റെ നോർമൽ ഫംഗ്ഷന് വേണ്ടി. അപ്പൊ ഈ ഫാറ്റിനെ അവിടത്തേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഈ എൽ ഡി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതൊരു അളവിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനിങ് നടക്കത്തില്ല. അപ്പൊ നമുക്ക് എൽ ഡി എല്ലും വേണം നമ്മുടെ ശരീരത്തിനകത്ത് എല്ലാ ഫംഗ്ഷനും നടക്കാനായിട്ട്. പക്ഷെ എൽ ഡി എൽ ഒരു പരിധി കൂടിക്കഴിഞ്ഞാൽ, എൽ ഡി എൽ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് ശരീരത്തിനകത്തോട്ട് സെല്ലിലേക്ക്, ഓക്കെ, സെല്ലിലോട്ട് കൊളസ്ട്രോൾ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അതിങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും, സെല്ലിനെ ഇഷ്ടംപോലെ എത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആവശ്യമില്ലാത്ത എന്ത് ചെയ്യും? അവിടെ ഇവിടേക്ക് ഡെപ്പോസിറ്റ് ആയി കിടക്കും. സെല്ലുകൾക്ക് വേണ്ടതെടുക്കും, ബാക്കി അവിടെ തന്നെ കിടക്കും. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷൻ എന്തിനാണുള്ളത്? എച്ച് ഡി എൽ ആണ്. അപ്പൊ എച്ച് ഡി എല്ലിന്റെ അളവ് ഒരു പരിധി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തിരിച്ച് ലിവറിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അങ്ങനെ നടക്കാതെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫാറ്റുകളെല്ലാം അവിടെ ഡെപ്പോസിറ്റ് ആയി കിടക്കും. ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്ന എവിടെയാണ്? ഹാർട്ടിലാകാം, ഇനി ലിവറിനകത്താകാം, ഇനി കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിലും ആകാം, നമ്മൾ ബ്രെയിനിലാകാം, ബ്രെയിനകത്തെ വെസൽസിനകത്തായിരിക്കാം, രക്തധമനികൾക്കകത്തായിരിക്കാം. അപ്പൊ ഈ ഹാർട്ടിനകത്തേക്ക് ധമനികൾ, അതായത് ഹാർട്ടിനകത്ത് ഹാർട്ടിന് തന്നെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്, ചെറിയ രക്തക്കുഴലുകളുണ്ട്, ധമനികളുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു വെസൽസ് ബ്ലോക്ക് ആവും. ഒരു പൈപ്പിനകത്ത് എന്തെങ്കിലും അഴുക്ക് വന്ന് അടങ്ങിയിരുന്ന് ബ്ലോക്കായി വെള്ളം പോകാത്ത പോലെ തന്നെ ബ്ലഡും പോകത്തില്ല. ബ്ലഡിലാണ് ഓക്സിജൻ ഉള്ളത്, ഓക്സിജൻ ഉണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. സെയിം അതേ പ്രിൻസിപ്പിൾ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നടത്തുന്നതാണ്. ഓക്കെ, പിന്നെ ആ ഒരു ബ്ലോക്കിനെ തിരിച്ച് റിമൂവ് ചെയ്ത് കൊണ്ടുവരാൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എച്ച് ഡി എൽ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് നേരത്തെ പറഞ്ഞു എച്ച് ഡി എൽ വളരെ ചെറുതാണ്, ഓക്കെ, വളരെ ഡെൻസാണ്, ഹൈ ഡെൻസിറ്റിയാണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനാണ് എച്ച് ഡി എൽ. ഇതൊരു ആംബുലൻസിന്റെ വർക്കാണ്. ഓക്കെ, എത്ര ബ്ലോക്കിന് ഇടയ്ക്കും കൂടെ വളരെ സ്മൂത്ത് ആയിട്ട് പോയി ആ ബ്ലോക്കിനെ മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഒരു എച്ച് ഡി എൽ ചെയ്യുന്നത്. എൽ ഡി എൽ ചെയ്യുന്നതോ വലിയൊരു ലോറിയുടെ ഫംഗ്ഷനാണ്. ഓക്കെ, തിരക്കിനകത്തൂടെ വലിയൊരു ലോറി പോയത് പിന്നെയും തിരക്ക് വന്ന് അവിടെ കണ്ടിന്യൂസ് ബ്ലോക്ക് ആവും. അപ്പൊ ഇതേ ഒരു ഫംഗ്ഷൻ തന്നെ എൽ ഡി എൽ ചെയ്യുന്നത്. എൽ ഡി എൽ ഞാനൊക്കെ പറയാൻ പലതരത്തിലുണ്ട്, എൽ ഡി എൽ, വി എൽ ഡി എൽ, ഐ ഡി എൽ, ഹൈഡ്രോമെട്രോൺസ് ഉള്ളത് ഇരിക്കും. അപ്പൊ ഇതൊക്കെ ബ്ലോക്ക് ആക്കുകയും എച്ച് ഡി എൽ എന്ന് പറയുന്ന ഒറ്റ സാധനം നമ്മുടെ ശരീരത്തിനായിട്ട് ബ്ലോക്ക് കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ അളവ് നമുക്ക് കൂടുതൽ വേണം. ഓക്കെ, 40 ഉണ്ടെങ്കിൽ ഓക്കെ, 40-50 ആണെങ്കിൽ നല്ലത്, 60 ആണെങ്കിൽ അതിനെക്കാട്ടും നല്ലത്. ഓക്കെ, അപ്പൊ കാർഡിയോവാസ്കുലർ ഹെൽത്തിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എച്ച് ഡി എല്ലിന്റെ അളവ് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടെന്നുള്ളത്. പിന്നെ വേറെ ഘടകങ്ങളുണ്ട്, ട്രൈഗ്ലിസറൈഡ് നമുക്ക് നോക്കാം, ലിപ്പോപ്രോട്ടീൻ എ, നമ്മുടെ ജനറ്റിക് ഫാക്ടർ നോക്കാം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ എൽ ഡി എല്ലും
HDL. സോ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇനി HDL കൂട്ടാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, LDL കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനകത്ത് HDL ഒരു അളവ് കൂടും, നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻ കുറയും. HDLന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയും. നമ്മുടെ ശരീരത്തിനകത്ത് ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്, ബ്ലഡ് വെസൽസിനകത്ത് LDL കയറിയിട്ടുണ്ടെങ്കിൽ ആ LDL തിരിച്ച് ഇറങ്ങി വരാനായിട്ട് എക്സസൈസ് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഈ എൻഡോമെട്രിയംസ് ആ ഒരു ബ്ലഡ് വെസൽസിന് അകത്തുള്ള ഏറ്റവും വലിയ കവറിങ് എൻഡോത്തീലിയം എന്ന് പറയും. ആ എൻഡോത്തീലിയത്തിനകത്ത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് വളരെ പ്രധാനമാണ്. സോ തീർച്ചയായിട്ടും LDLന്റെയും HDLന്റെയും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ നോക്കുക, റേഷ്യോ നോക്കുക. അത് കുറവല്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാം. സോ തീർച്ചയായിട്ടും നമ്മളതിന്റെ ആ ഒരു അളവ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുക, അതിന്റെ റേഷ്യോ നമ്മൾ നോക്കുക, അതിനെ നോർമലൈസ് ആക്കി കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ ആള് മെലിഞ്ഞതാണ് എന്ന് കരുതി തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒരിക്കലും അത് പ്രശ്നമില്ലാതെ വിചാരിക്കലും നമ്മൾ കൊളസ്ട്രോൾ നോക്കണം. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും കൊളസ്ട്രോൾ നോക്കുന്നതല്ല. ഇനി 30 വയസ്സ് കുറെ നാളായി നോക്കിയിട്ട് നേരത്തെ നോക്കിയപ്പോൾ ഓക്കെയാണോ എന്ന് കരുതി നമ്മൾ ചുമ്മാ ഇരിക്കരുത്. നമ്മൾ എക്സ്പോസ് ആകുന്ന എൻവയോൺമെന്റ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ശരീരം ഏത് രീതിയിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം വളരെ മോശമാണ്, നമ്മൾ കഴിക്കുന്ന എണ്ണ അത്ര നല്ലതൊന്നുമല്ല. തീർച്ചയായിട്ടും നമ്മുടെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സും നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സും എല്ലാം വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ലെവൽസ് ഒക്കെ നോർമൽ ആണെന്ന് ഒത്തു എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത്. ഇതിനെങ്ങനെ നോർമലൈസ് ആക്കി വരാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക, ട്രാൻസ് ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, എടുക്കാതിരിക്കുക. അതുപോലെ റെഡ് മീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, പ്രിസർവേറ്റീവ്സ് ചേർന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക, ഓയിലി ഫുഡ്സ് നമ്മൾ കഴിക്കുന്ന കുറച്ചുകൊണ്ട് വരിക, നല്ലോണം വെള്ളം കുടിക്കുക, ടെൻഷൻ കുറയ്ക്കുക. ഓക്കെ, നല്ല ഉറക്കം വളരെയധികം പ്രധാനമാണ്. പക്ഷെ ഇതിന്റെയൊക്കെ എക്സസൈസ് കാര്യങ്ങൾ ബാക്കിയുള്ള ഡയറ്റ് കാര്യങ്ങൾ നമുക്ക് വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിരിക്കും. പക്ഷെ ബേസിക്കലി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ നമ്മൾ കഴിക്കുന്ന മെഡിക്കേഷൻ എല്ലാം ഇതിനകത്ത് പ്രധാനമാണ്. എന്നാൽ ഈ കാര്യങ്ങളും നമ്മുടെ ഹെൽത്തിന് കാര്യം എല്ലാം നമ്മൾ മനസ്സിലാക്കുക. സോ അഥവാ ഇത് HDL ഈ ഒരു റേഞ്ചിലല്ല നിൽക്കുന്നത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കുക. മെഡിസിൻ കഴിച്ചിട്ടാണെങ്കിലും നമ്മൾ റെഡി ആയി കൊണ്ടുവരിക. നമുക്ക് LDL റേഷ്യോ ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കറക്റ്റ് ആക്കാനുള്ള മെത്തേഡ് എടുക്കുക. കറക്റ്റ് ആകുന്നില്ലാണെങ്കിൽ ഡോക്ടറെ കാണുക. ഹോമിയോപ്പതി ഇതിനകത്ത് വളരെ നല്ലൊരു മെത്തേഡാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പുറത്തുകൊണ്ട് വരാനായിട്ട്. തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുക. വളരെ നല്ല റിസൾട്ട് തീർച്ചയായും ഉണ്ടാകും.